നമസ്കാരം. സിൻസിയർ ഫാഷൻ ആൻഡ് ബ്യൂട്ടി ഹബിലേക്ക് സ്വാഗതം. ഞാൻ പ്രീത ധനപാൽ. ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു പാക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. വീട്ടിൽ തന്നെ തികച്ചും ആയുർവേദിക്കായ ഒരു പാക്കാണ്. അത് വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു പാക്കാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. കുറേ ദിവസങ്ങളൊന്നും ഉപയോഗിക്കേണ്ട, ഒരു ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അതിനുശേഷം നിങ്ങൾ റെഗുലറായിട്ട് ഉപയോഗിക്കുക. വീട്ടിൽ നമുക്ക് ആഴ്ചയിൽ ഒരു 2 ദിവസം 3 ദിവസം ഉപയോഗിച്ചാലും മതി. റെഗുലറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നവരാണെങ്കിൽ റെഗുലറായിട്ട് ഉപയോഗിച്ചോ, നല്ല വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഉപയോഗിക്കുമ്പോൾ നെക്ക് തൊട്ട് മേലോട്ട് ഇടണം കേട്ടോ. അല്ലെങ്കിൽ നെക്കിന് വേറൊരു കളർ, ഫേസിന് വേറൊരു കളറായിട്ട് ഫീൽ ചെയ്യുക. കൈകൾക്കും നമുക്ക് ഉപയോഗിക്കാം. അത് നിങ്ങളത് തീർച്ചയായിട്ടും അത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ ശ്രമിക്കുക. കടകളിൽ നിന്ന് മേടിക്കാനും ഇപ്പോൾ ഈ പാക്ക് കിട്ടുന്നുണ്ട്. അതിലും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നതാണ്. ആയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവരാരി എന്ന് കേട്ടാൽ നിങ്ങൾക്ക് അറിയാലോ, പറഞ്ഞു തന്നാൽ അറിയാലോ. അതായത് നവരാരി എന്നും ചില സ്ഥലങ്ങളിൽ പറയും, നവരാരി എന്നും പറയും. ഇവിടെ പറയുന്നത് നവരാരി എന്നാണ്. അപ്പോൾ നമുക്ക് ആ അരി വാങ്ങിച്ചിട്ട് ഒരു 250 ഗ്രാം അരി വാങ്ങിച്ചിട്ട് നന്നായിട്ട് പൊടിച്ചരിച്ചെടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ റാഗിയും കൂടി നമുക്ക്, റാഗി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, പഞ്ഞപ്പുല്ലെന്നൊക്കെ പറയുന്ന ആ റാഗിയും കൂടി വാങ്ങിച്ച് നന്നായിട്ട് കഴുകി ഉണക്കി പൊടിച്ചെടുക്കുക. ഇതൊന്നും ചൂടാക്കരുത് കേട്ടോ. നിങ്ങളെല്ലാം വെയിലത്ത് ഉണക്കിയിട്ടേ പൊടിക്കാവുള്ളൂ. പൊടിച്ചതിന് ശേഷം നന്നായിട്ട് അരിച്ച് ടിന്നിലിട്ട് അടച്ചു വയ്ക്കുക. അതിനകത്തേക്ക് കുറച്ച് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയോ അല്ലെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടിയോ ഉപയോഗിക്കാം. മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ പൊടിച്ച മഞ്ഞളായിരിക്കണേ. ആ മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ കിട്ടുമെങ്കിൽ കസ്തൂരി മഞ്ഞൾ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഈ പൊടി 1 സ്പൂൺ എടുക്കുക. 1 സ്പൂൺ എടുത്തതിന് ശേഷം ചെറിയൊരു സ്പൂൺ മതി കേട്ടോ. ഇത് നമ്മൾ ഈ പാലിനകത്ത് കലക്കി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, ഇത് കുതിർന്ന് ഇത്തിരി വീർക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാക്ക് ഒത്തിരി ഉണ്ടാവും. അതുകൊണ്ട് ചെറിയൊരു സ്പൂൺ മതി എന്ന് ഞാൻ പറഞ്ഞത്. അത് നമ്മൾ തേങ്ങാപ്പാലിലാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത്. തേങ്ങാപ്പാൽ നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പശുവിൻ പാൽ, കാച്ചാത്ത പശുവിൻ പാലിനകത്തും ഇത് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത്, നിങ്ങൾക്ക് കുറുന്തോട്ടി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അതും ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പിടി കുറുന്തോട്ടിയുടെ വേരെടുത്തിട്ട് നമ്മൾ ആ വേര് വെള്ളത്തിൽ വെച്ച് ഒരു 4 ഗ്ലാസ് വെള്ളം വെച്ച് തിളപ്പിച്ച് 1 ഗ്ലാസ്സായിട്ട് വറ്റിച്ചെടുക്കണം. ആ വെള്ളം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ. ആ വെള്ളം ഉപയോഗിച്ചും ഇത് ക്രീമാക്കി എടുക്കാം. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ടത് വേണ്ടത് ഒന്നുമല്ലേ കുറുന്തോട്ടിയുടെ കഷായം, അല്ലെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ. ഇത് രണ്ടും ബുദ്ധിമുട്ടുള്ളവരോടാണ് ഞാൻ പശുവിൻ പാൽ ഉപയോഗിക്കാൻ പറഞ്ഞത്. റോസ് വാട്ടർ ഉപയോഗിക്കാം. വെള്ളം നിങ്ങൾ ഉപയോഗിക്കരുത്, അതുകൊണ്ട് ഒരു ഗുണവും കിട്ടില്ല. വെള്ളം ഇതിനകത്ത് ഉപയോഗിച്ചിട്ട് യാതൊരുവിധ കാരണവുമില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇത് പേസ്റ്റാക്കി നമുക്ക് ഫ്രിഡ്ജിൽ 1-2 ദിവസം സൂക്ഷിക്കാം. 2-3 ദിവസം കഴിയുമ്പോൾ ഇതിന് വേറെ സ്മെല്ല് വരും. അതുകൊണ്ട് നിങ്ങൾ 1 സ്പൂൺ എടുത്താണെങ്കിൽ നിങ്ങൾക്ക് നെക്ക് തൊട്ട് മേളിലേക്ക്, അതായത് നമ്മുടെ ഫേസും നെക്കും കൈകൾ രണ്ടും ഉപയോഗിക്കാനായിട്ട് ഈ 1 സ്പൂൺ പൗഡർ മതി. അത് നമ്മൾ ഈ തേങ്ങാപ്പാലിനകത്ത് മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്യണം. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം തിക്കായിട്ട് അപ്ലൈ ചെയ്യുക. തിക്കായിട്ട് ഇടാൻ ഞാൻ പറയുന്നത് പെട്ടെന്ന് വലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു 20 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം ഇട്ടതിന് ശേഷം. അപ്പം 20 മിനിറ്റിന് മുമ്പ് നന്നായിട്ട് ഡ്രൈ ആയി പോകുകയാണെങ്കിൽ നിങ്ങൾ, ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതുപോലെ, ഒരു സ്പ്രേ ബോട്ടിലിൽ വെള്ളം എടുത്തിട്ട് നിങ്ങൾ സ്പ്രേ ചെയ്ത്, അല്ലെങ്കിൽ റോസ് വാട്ടർ സ്പ്രേ ചെയ്തിട്ട് നിങ്ങൾ നന്നായിട്ട് ഈ പാക്ക് ഇളക്കിയതിന് ശേഷം റിമൂവ് ചെയ്യാവുള്ളൂ കേട്ടോ. വലിച്ച് നിങ്ങൾ തുടയ്ക്കരുത്, നന്നായിട്ട് ഇളക്കണം കേട്ടോ. ക്ലോക്ക് വൈസിൽ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ ഇത് റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം നമ്മൾ ഈ ക്രീം നമ്മൾ ഒരു ദിവസം ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിച്ചാൽ മതിയെ. രാവിലെ മാത്രം ഉപയോഗിക്കുക. ബുദ്ധിമുട്ടുള്ളവർക്ക് രാത്രി ഉപയോഗിച്ചാലും മതി. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട്, കഴുകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നന്നായിട്ട് മസാജ് ചെയ്ത് ആ ക്രീം ഒന്ന് കളഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ട് പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഇടാൻ മറക്കരുതേ. നിങ്ങൾ ഏത് പാക്ക് ഇട്ടാലും നിങ്ങൾ അതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ ഇടണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് സ്കിന്ന് ഡ്രൈ ആകും. അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പൊടികൾ ഫോമിലുള്ള പാക്ക് നമ്മൾ മിക്സ് ചെയ്താണ് ഇടുന്നതെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്യണേ. സ്പ്രേ ബോട്ടിലിൽ വെള്ളം നിങ്ങൾ നന്നായിട്ട് സ്പ്രേ ചെയ്തതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് മസാജ് ചെയ്ത് ക്രീമിനെ മാറ്റിയതിന് ശേഷം മാത്രമേ വാഷ് ഔട്ട് ചെയ്യാവുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു ക്രീം കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അത് വേറൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇരട്ടിമധുരം എന്ന് പറഞ്ഞില്ലേ, ആ ഇരട്ടിമധുരം നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി പൊടിച്ചതിരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ 1 സ്പൂണും
നിങ്ങൾ ഇതേപോലെ തന്നെ തേങ്ങാപ്പാലിനകത്ത് അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട, തേങ്ങാപ്പാലും ഇരട്ടി മധുരവും മാത്രം മതി. നിങ്ങൾ ഇതിനകത്ത് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് നിങ്ങളിത് മിക്സ് ചെയ്ത് വെക്കണം. വെച്ചതിന് ശേഷം നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതും ഏറ്റവും നല്ലതാണ്. എപ്പോഴും ലിക്വറൈസ് പൗഡറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്കിന്നൊന്ന് പെട്ടെന്ന് ബ്രൈറ്റ് ആകാനും അതേപോലെ തന്നെ റിങ്കിൾസ് ഒക്കെ മാറാനും പിഗ്മെൻറ്റേഷൻ മാറാനും ഏറ്റവും നല്ലതാണ്. അപ്പോൾ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്കും ഇതേപോലെ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ ഈ ടാൻ അടിച്ചിട്ട് ഇപ്പം നല്ല വെയിലല്ലേ, അപ്പോൾ വെയിലൊക്കെ കൊണ്ട് കഴിയുമ്പോൾ ടാൻ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ടാൻ മാറാനും ഇത് നല്ലൊരു പാക്കാണ്. ഈ പാക്ക് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അതിനുശേഷം ഡാൻഡ്രഫിൻ്റെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാനത് ഡാൻഡ്രഫിൻ്റെ വീഡിയോ അടുത്ത ദിവസം ഞാൻ ഇടാം. ഇപ്പോൾ ഞാനപ്പോൾ ഫേസിൻ്റെ കുറച്ചങ്ങ് ഒന്നിച്ചങ്ങ് ഇട്ടേക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നും വൈറ്റ്നിങ് പാക്കിനെ കുറിച്ച് ഇടാനുള്ള കാരണം. അപ്പോൾ നിങ്ങൾ മറന്നു പോകരുത്, ഇത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ള പാക്കുകൾ 21 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ഇടുമ്പോഴാണ് നമുക്കൊരു മാറ്റം ശരിക്കും കിട്ടുന്നത്. പക്ഷേ ഇത് നമ്മൾ ഒരു ദിവസം മാത്രം ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് നല്ല വ്യത്യാസം കിട്ടും. അത് നമുക്ക് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ എന്നെ അറിയിക്കുക. എൻ്റെ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഒന്ന് ചെയ്തേക്കണം. എല്ലാവരിലേക്ക് വീഡിയോ ഒന്ന് എത്തട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് ചെയ്യുക. നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം വേണം ഇത് എന്നോട് പറയാനായിട്ട്. നിങ്ങൾ ഉപയോഗിക്കാതെ ഇത് ഞങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ട്, ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ഇതൊന്ന് നിങ്ങൾ ഉപയോഗിച്ച് നോക്കി. ഇതുകൊണ്ട് വളരെ ഗുണമുണ്ട്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ക്രീമല്ല ഈ പാക്കിന്. അതായത് എപ്പോഴും നമ്മൾ വീഡിയോ ഇടുന്നത് നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ 18 വയസ്സിന് മേളിൽ പ്രായമുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത് അല്ലേ. എന്നാൽ ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇത് ഉപയോഗിക്കാം. പിന്നെ അതേപോലെ തന്നെ 10 വയസ്സിന് ശേഷം നിങ്ങൾക്ക് എല്ലാ പെൺകുട്ടികൾക്ക് ഇത് ഉപയോഗിക്കാം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും 10 വയസ്സിന് ശേഷം ഇത് ഉപയോഗിക്കാം. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് കൂടി ഞാൻ ഒന്നുകൂടി പറയാം. നമുക്ക് പിമ്പിൾസ് വന്ന കുഴികൾ ഉണ്ടാവില്ലേ ചിലർക്കൊക്കെ, ആ കുഴികൾ മാറാനും നല്ലതാണ്. ഒരുവിധം ഒരു 40-45 വയസ്സുള്ളവർക്കൊക്കെ മിക്കവർക്കും ഞാൻ കാണാറുണ്ട് ഇങ്ങനെ പിമ്പിൾസ് വന്നിട്ട് അതിൻ്റെ കുഴികൾ ഉണ്ടാകാറുണ്ട്. അപ്പം ആ കുഴികളൊക്കെ മാറാനായിട്ട് നിങ്ങളൊരു 21 ദിവസം ഉപയോഗിച്ച് ആ കുഴികൾ നന്നായിട്ട് നികന്നു വരും. അത് ആ കുഴികളെല്ലാം പതിയെ മാറിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ഏറ്റവും ബെസ്റ്റ് ഒരു പാക്കാണ് കേട്ടോ ഇത്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് പിമ്പിൾ വന്ന കുഴി പോകാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന്. പാർലറിൽ വരുമ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നാലും നിങ്ങൾക്കും കൂടി ഇത് അറിഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. അതിനും ഏറ്റവും നല്ലൊരു പാക്കാണ് ഞാൻ ഈ പറഞ്ഞ നവരാരിയുടെ ഈ പാക്ക്. നിങ്ങളെല്ലാവരും ഉപയോഗിച്ച് നോക്കണം. ഓക്കെ, ബൈ.